നമസ്കാരം. നാട് ഭരിക്കാൻ കഴിവും പ്രാപ്തിയുമുള്ള ഒരാൾ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നാൽ എങ്ങനെ ഉണ്ടാകുമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. കേരളത്തെപ്പറ്റി കൃത്യമായ ദീർഘവീക്ഷണവും വികസന കാഴ്ചപ്പാടുമുള്ള ഒരു നേതാവാണ് അദ്ദേഹമെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇത്രയും കഴിവും പ്രാപ്തിയുമുള്ള ഒരു മുഖ്യമന്ത്രി നാട് ഭരിക്കുമ്പോൾ അതിനെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് തരം താഴ്ത്തി കാണിക്കാൻ വേണ്ടി മുൻമന്ത്രി പി രാജീവ് ഇപ്പോൾ പുതിയൊരു ആരോപണവുമായി ഇറങ്ങിത്തിരിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ ചരിത്രത്തിൽ മുഖ്യമന്ത്രി, പൊതുഭരണം, നിയമം, ധനകാര്യം എന്നീ സുപ്രധാന വകുപ്പുകൾ ഒരാൾ തന്നെ ഒരുമിച്ച് കൈകാര്യം ചെയ്തതായി ചരിത്രമില്ലെന്നും ഫയലുകളെല്ലാം ഒരാളിലേക്ക് മാത്രം നീങ്ങുന്നത് വലിയ ദുരൂഹതയാണെന്നുമാണ് പി രാജീവിന്റെ കണ്ടെത്തൽ. മാത്രമല്ല, പിണറായി വിജയനും ഇതേ ആരോപണം ഏറ്റുപിടിച്ചിട്ടുണ്ട്. ഒരു മുഖ്യമന്ത്രിക്ക് ഒരു വകുപ്പോ രണ്ട് വകുപ്പോ മാത്രമേ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ എന്ന് ഏതെങ്കിലും ഒരു ഭരണഘടനാ ചട്ടത്തിൽ എഴുതി വെച്ചിട്ടൊന്നുമില്ല. കോൺഗ്രസ് നല്ല മികച്ച ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തിയ മുന്നണിയാണ്. അവരുടെ മന്ത്രിമാരെയും അവർക്ക് വേണ്ട വകുപ്പുകളെയും ഒക്കെ തീരുമാനിക്കുന്നത് ആ മുന്നണി തന്നെയാണ്. അതിൽ ആരൊക്കെ ഏതൊക്കെ വകുപ്പുകൾ കൈകാര്യം ചെയ്യണമെന്ന് പറയാൻ CPM-ന് യാതൊരുവിധ അവകാശവുമില്ല. മുൻപ് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ സുപ്രധാനമായ ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെ കൈയടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ആഭ്യന്തര വകുപ്പ് ഭരിച്ച നാട് മുഴുവൻ ഗുണ്ടകൾക്ക് അഴിഞ്ഞാടാൻ അവസരം നൽകിയ ആളാണ് ഇന്ന് വി.ഡി. സതീശൻ വകുപ്പുകൾ നോക്കുന്നതിനെ പറ്റി കുറ്റം പറയുന്നത്. കഴിഞ്ഞ 10 വർഷം ഈ കേരളം ഭരിച്ചിരുന്ന ആൾക്ക് ഉദ്യോഗസ്ഥന്മാർ എഴുതിക്കൊണ്ടുവരുന്ന ഫയൽ അത് വെറും ഒരു ടിഷ്യൂ പേപ്പർ ആണെങ്കിൽ പോലും അതിൽ ഒപ്പുവെക്കേണ്ട വിവരവും ബോധവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് നാട് ഭരിക്കുന്നത് ഫയലുകൾ ഓരോന്നും വള്ളിപ്പുള്ളി തെറ്റാതെ വായിച്ചു നോക്കി തീരുമാനമെടുക്കാൻ കഴിവും അറിവുമുള്ള ഭരണാധികാരിയാണ്. ഈ നാട്ടിലെ ഒട്ടുമിക്ക ആളുകളും ഇപ്പോൾ നിയമസഭാ സമ്മേളനങ്ങൾ തത്സമയം വീക്ഷിക്കുന്നവരാണ്. അറ്റ്ലീസ്റ്റ് അതിന്റെ ചെറിയ ഭാഗങ്ങളെങ്കിലും ഇന്ന് എല്ലാവരുടെയും വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ വീഡിയോ ക്ലിപ്പുകളായി എത്തുന്നുമുണ്ട്. 10 വർഷം നാട് ഭരിച്ച ആളാണ് ഇപ്പോൾ സഭയിൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ അവിടെയുള്ള പെർഫോമൻസ് കണ്ടിട്ട് ജനങ്ങൾക്ക് വലിയ സഹതാപമാണ് തോന്നുന്നത്. ആകെ പ്രതിപക്ഷത്ത് നിന്ന് എന്തെങ്കിലും ഒരു ശബ്ദമെങ്കിലും കേൾക്കുന്നത് KN ബാലഗോപാലിന്റേതാണ്. അതാണെങ്കിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കൃത്യമായ മറുപടിയുടെയും പെർഫോമൻസിന്റെയും മുന്നിൽ തികച്ചും പകച്ച് നാണം കെട്ടി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ ദിവസവും കാണുന്നത്. കഴിവുള്ളവർ ഭരിക്കുമ്പോൾ അതിനെ വെറും രാഷ്ട്രീയ മുതലെടുപ്പിനായി വിമർശിക്കാൻ വരരുത്. അതുമാത്രമല്ല, വകുപ്പുകൾ എത്ര എണ്ണം കൈകാര്യം ചെയ്യുന്നു എന്നതിലല്ല കാര്യം. നാടിന് എന്ത് വികസനമാണ് വരുന്നതെന്ന് നോക്കിയാണ് പ്രതിപക്ഷം വിമർശിക്കേണ്ടത്. എന്നാൽ വികസനത്തിന്റെ കാര്യത്തിൽ CPM-ന്റെ ഇരട്ടത്താപ്പ് പണ്ടേ പ്രശസ്തമാണ്. മുഖ്യമന്ത്രി സർക്കാർ വിഴിഞ്ഞം തുറമുഖ പദ്ധതി തുടങ്ങിയപ്പോൾ വലിയ രീതിയിൽ എതിർപ്പും കുത്തിത്തിരിപ്പുകളുമായി ഇവർ തെരുവിലിറങ്ങിയിരുന്നു. ഇത് വലിയ കടൽ കൊള്ളയാണെന്നും 6000 കോടിയുടെ വൻ അഴിമതിയാണെന്നും പറഞ്ഞ് നാട് നീളെ സമരം ചെയ്തിരുന്നു. എന്നാൽ ഭരണം മാറി തങ്ങളുടെ കൈകളിൽ എത്തിയപ്പോൾ ഇത് സ്വന്തം മിടുക്കും തങ്ങളുടെ മാത്രം വിജയമെന്ന രീതിയിൽ പരസ്യ പലകകൾ തൂക്കി. അദാനിയുടെ പാർട്ണറായി മാറി അവർ ചോദിച്ചതിനേക്കാൾ കൂടുതൽ റിംഗ് റോഡും റെയിൽവേ ലൈനും സ്വന്തം ചെലവിൽ പാസാക്കി കൊടുത്തു. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ വീട്ടിലിരുത്തിയപ്പോൾ നിലപാട് വീണ്ടും മാറ്റിയിരിക്കുകയാണ്. ശരിക്കും നാണം കെട്ട ഇരട്ടത്താപ്പ്. ഈ ഒരൊറ്റ വിഴിഞ്ഞ പദ്ധതിയിൽ മാത്രമല്ല, നെടുമ്പാശ്ശേരി വിമാനത്താവളം വന്നപ്പോഴും കണ്ണൂർ വിമാനത്താവളം വന്നപ്പോഴും കൊച്ചി മെട്രോയും സ്മാർട്ട് സിറ്റിയും കൊണ്ടുവന്നപ്പോഴും ഇതേ അഴിമതി ആരോപണങ്ങളും തടസ്സവാദങ്ങളുമായി ഈ വികസന വിരോധികൾ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വി.ഡി. സതീശൻ സർക്കാരിന്റെ കാലത്ത് കേരളത്തിലേക്ക് പുതിയ വൻകിട വികസനങ്ങൾ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയുള്ള വെറും കുത്തിത്തിരിപ്പുകൾ മാത്രമാണ് പിണറായി വിജയനും പി രാജീവും ചേർന്ന് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചുരുക്കത്തിൽ പഴയതുപോലെ വികസന പദ്ധതികളെ തല്ലിപ്പൊളിക്കാനും അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കാനും നോക്കിയാൽ അത് നടപ്പുള്ള കാര്യമൊന്നുമല്ല. പഴയ നയവുമായി ഇനി CPM തെരുവിലിറങ്ങിയാൽ ഈ നാട്ടിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് വിവരമുള്ള പുതിയ തലമുറയിലെ ചെറുപ്പക്കാർ ഇതൊന്നും സമ്മതിച്ചു തരില്ല.